മോന് കുറെ സംശയങ്ങളുണ്ട്. താൻ അതൊക്കെ ഒന്ന് തീർത്തു കൊടുക്കണം. ശരി. ചേട്ടാ, ഈ മാനത്തൊക്കെ കാടുണ്ടോ? പണ്ട് മാനത്ത് കാടുണ്ടായിരുന്നു. പക്ഷേ കാട്ടുതീയിലൊക്കെ കത്തിപ്പോയി. കാട്ടുതീയിന്റെ പുകയാ നമ്മൾ മേഘമായിട്ട് കാണുന്നത്. ഹോ, ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല സൂത്ര. എടോ മണ്ടച്ചാരെ, പയ്യനെ പറ്റിക്കാൻ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. മാനത്ത് പുഴയുമുണ്ട്. അതിലെ വെള്ളമാ മഴയായി പെയ്യുന്നത്. ഹി ഹി, ഈ ഷേരു ആള് കൊള്ളാമല്ലോ. ചേട്ടാ, ഈ മരങ്ങളുടെ ഒക്കെ താഴെ എന്താ? വേറെ മരങ്ങൾ അല്ലാതെ എന്താ? മണ്ണിന്റെ മുകളിൽ മാത്രമല്ല, താഴെയും ഇലകളും തടിയും ഒക്കെ ഉണ്ട്. സൂത്ര, അതും പറ്റിക്കാൻ പറഞ്ഞതല്ലേ? കാണിക്കാനൊന്നും പറ്റില്ല. ഷെടാ, ഇതിപ്പോ കുലുമാലായല്ലോ. ആ, വഴിയുണ്ട്. ആനച്ചേട്ടാ, ആ മരത്തിന്റെ ചോട്ടിൽ 5-6 പാത്രം വെള്ളം ഒഴിച്ചു തരാമോ? പാത്രമില്ല, 5-6 തുമ്പിക്കൈ വെള്ളം ഒഴിക്കാം. അതാ മണ്ണിനടിയിൽ മരം തലകുത്തി നിൽക്കുന്നത് കണ്ടോ മോനെ? ഇന്ന് ഇത്രയും മതി, ബാക്കി സംശയമൊക്കെ നാളെ. ഹി ഹി ഹി, മണ്ടൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു. എടാ, ഇന്നലെ നീ മോനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തത്? ഞാനില്ലാത്ത നേരെ നോക്കി അവൻ അത് പരീക്ഷിച്ചു. ചിരിക്കുന്നു. ഇങ്ങോ, നിനക്ക് പൊണയുണ്ട്. അവൻ ആനയെ കൊണ്ട് ഒഴിപ്പിച്ച വെള്ളമാ മണ്ണിനടിയിലെ ഗുഹ കാണാൻ. ഇത് മുഴുവൻ കോരിക്കളഞ്ഞിട്ട് നീ പോയാ മതി. എടോ, നമ്മളൊരു കൊള്ള പ്ലാൻ ചെയ്യുന്നു. തൻ്റെ ഹെൽപ്പ് വേണം. കൊള്ളയോ? അതെ, വിഘാതം കടുവയുടെ ഗുഹയിൽ കുറേ ഇറച്ചി കഷ്ണം ഇരിപ്പുണ്ട്. അത് നമ്മൾ കൊള്ളയടിക്കുന്നു. എന്ന് വെച്ചാൽ എടുത്തോണ്ട് ഓടുന്നു. അങ്ങേര് കണ്ടാലോ? അതിനല്ലേ തൻ്റെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞത്. വിഘാതൻ്റെ ഗുഹയിൽ നിന്ന് 100 മീറ്റർ മുന്നോട്ട് ഓടിയാൽ ഒരു മരമുണ്ട്. അതിനടുത്ത് ചെറിയൊരു കൊക്കയും. ചെറിയ കൊക്കയോ? അങ്ങനെ ഒരു കൊക്കയുണ്ടോ? വിഘാതം നല്ല ഓട്ടക്കാരനാ, പക്ഷെ കുഴിയിൽ ഇറങ്ങാൻ ധൈര്യമില്ല. അതുകൊണ്ട് നമ്മൾ കൊക്കയിൽ ഇറങ്ങി രക്ഷപ്പെടും. ഇതൊക്കെ നടക്കുമോ? നടക്കുമെന്നേ. താൻ വാ, ഒരു നീളം വള്ളിയും വേണം പിടിച്ച് കൊക്കയിലേക്ക് ഇറങ്ങാൻ. ദാ, അതാണ് വിഘാതന്റെ ഗുഹ. ഞാൻ പോയി ഇറച്ചി അടിച്ചു മാറ്റാം. അന്നേരം താൻ ഈ വള്ളി ആ മരക്കൊമ്പിൽ കെട്ടണം. കൊക്കയിൽ ഇറങ്ങാനല്ലേ? അതെ, നന്നായി ഉറപ്പിച്ച് കെട്ടണം. മനസ്സിലായോ? ഇറച്ചി എടുത്തിട്ട് ഒറ്റയോട്ടം. അപ്പോൾ വിഘാതം പിന്നാലെ വരുമ്പോൾ വള്ളിയിൽ തൂങ്ങി കൊക്കയിലേക്ക് ഇറങ്ങാം. ഹി ഹി ഹി. ആളെ അകത്തില്ലെന്ന് തോന്നുന്നു. അമ്പട കള്ള, നിക്കവിടെ. ശരു, വള്ളി കെട്ടിയില്ലേ? പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലായില്ല. പക്ഷെ ഇതിൽ പിടിച്ച നമ്മളെങ്ങനെ കൊക്കയിലേക്ക് ഇറങ്ങും? ഏതു പോത്തിന്റെയാ കാലൊടിഞ്ഞത്? പോത്തിന്റെ അല്ല, പോത്ത് വീണ ഒരു പുലിയുടെയാ കാലൊടിഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം. എന്താടോ ചിരിക്കുന്നത്? ഒടിഞ്ഞ കാല് കണ്ടാലേ ചത്ത പാമ്പിന് ചവിട്ടി കിട്ടിയ പോലെ ഉണ്ട്. ഒന്ന് മിണ്ടാതിരിക്ക. വിവരം കെട്ടവനെ, ഒരാളുടെ കാലൊടിഞ്ഞിരിക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാലൊടിഞ്ഞിരിക്കുമ്പോഴേ പറയാൻ പറ്റൂ, അല്ലെങ്കിൽ ചത്ത പാമ്പിനെ പോലെ തോന്നില്ല സൂത്ര. അസുഖം പിടിച്ചവർ, ചത്തുപോയവർ, ഇവരെയൊക്കെ കാണാൻ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ചിരിക്കുന്നത് ശരിയല്ല. അവരെ സമാധാനിപ്പിക്കാനാണ് നമ്മൾ പോകുന്നത്, കളിയാക്കാനല്ല. മനസ്സിലായോ? പക്ഷെ അസുഖം പിടിച്ചവരെയും ചത്തവരെയും എന്തു പറഞ്ഞാ സമാധാനിപ്പിക്കുക? സന്തോഷവും ദുഃഖവും മാറി മാറി വരും. ദുഃഖത്തിനു പിന്നാലെ സന്തോഷവും വരും എന്നൊക്കെ പറയണം. അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് സമാധാനം വരും. വരുമല്ലേ? അറിഞ്ഞോ, കരടിച്ചേട്ടൻ തലയിൽ ചക്ക വീണ കിടപ്പിലായി. ഇപ്പോൾ പറഞ്ഞതൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ അവസരമാ. താനൊന്ന് പോയി വാ, എനിക്ക് വേറെ തിരക്കുണ്ട്. സന്തോഷവും ദുഃഖവും മാറി മാറി വരും. ദുഃഖത്തിന് പിന്നാലെ സന്തോഷം വരും.
ഇത് കേട്ടപ്പോ സുഖം തോന്നുന്നുണ്ടോ? ഇല്ല, തലവേദനയുണ്ട്. സന്തോഷവും ദുഃഖവും മാറി മാറി വരും. ദുഃഖത്തിന് പിന്നാലെ സന്തോഷവും വരും. ഇത് കേൾക്കുമ്പോ സുഖം തോന്നുന്നുണ്ടോ? സന്തോഷവും ദുഃഖവും മാറി മാറി വരും. ദുഃഖത്തിന് പിന്നാലെ സന്തോഷവും വരും. സന്തോഷവും ദുഃഖവും മാറി മാറി വരും. ദുഃഖത്തിന് പുറമെ നിർത്തടോ, മതി മതി. തന്നെ ഇനി ഒരു നിമിഷം ഇവിടെ കണ്ടുപോകരുത്. കരടിച്ചേട്ടന് ദേഷ്യം വന്നെങ്കിലും അങ്ങേർക്ക് സമാധാനം വന്നു സൂത്ര. അതെങ്ങനെ തനിക്ക് മനസ്സിലായി? ഞാൻ തിരിച്ചു വരുമ്പോൾ അങ്ങേര് പറയുന്നത് കേട്ടു. ഹാവു സമാധാനമായെന്ന്. ശരു, എന്റെ ദേശക്കാരൻ അമ്മാവന തലവേദന. ഈ മരുന്നൊന്ന് കൊണ്ട് കൊടുക്കാമോ? താൻ വരുന്നില്ലേ? എനിക്ക് ഭയങ്കര വയറ്. അല്ല കാലുവേദന. നടക്കാൻ വയ്യ. കാലുവേദനയ്ക്ക് മരുന്നില്ലേ? ഇത് മരുന്ന് വേണ്ടാത്ത കാലുവേദനയാ. അമ്മാവനോട് മരുന്ന് കഴിക്കേണ്ട വിധവും പറയണം. വെള്ളം ചേർക്കാതെ രാത്രി മാത്രം ആഹാരത്തിന് മുമ്പ്. ഷെരുവിനെ വിട്ടത് നന്നായി. ദേഷ്യപ്പെടാൻ കാരണം കാത്തിരിക്കുന്ന അമ്മാവനാ. അല്ലെങ്കിൽ വേണ്ട, പാവം ഷെരു. എന്തിനാ വഴക്ക് കേൾക്കുന്നത്? ഷെരു, താൻ വേറെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ടാലും മതി. കഴിക്കേണ്ട വിവരം തെറ്റാതെ പറയണമെന്ന് മാത്രം. സൂത്ര, തനിക്ക് നടക്കാൻ പറ്റുന്നില്ലെങ്കിലും ഓടാൻ പറ്റുന്നുണ്ടല്ലോ. ഭാഗ്യം. താനിത് സൂത്രന്റെ ദേഷ്യക്കാരൻ അമ്മാവന് കൊടുക്കാമോ? വെള്ളം ചേർത്ത് രാത്രിയിൽ മാത്രം ആഹാരത്തിന് മുമ്പ് കഴിക്കണമെന്ന് പറയണം. ദേശക്കാരനാണെങ്കിൽ വേറെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിടാം. സൂത്രന്റെ ദേശക്കാരൻ അമ്മാവന് കൊടുക്കാനുള്ള മരുന്നാ. രാത്രിയിൽ മാത്രം ആഹാരം വെള്ളം ചേർത്ത് കഴിക്കാൻ പറയണം. സൂത്രന്റെ ദേഷ്യക്കാരൻ അമ്മാവനുള്ള മരുന്നാ. രാത്രി ആഹാരത്തിൽ മാത്രം വെള്ളം ഒഴിക്കാൻ പറയണം. സൂത്രന്റെ അമ്മാവന്റെ ദേഷ്യത്തിനുള്ള മരുന്നാ. രാത്രിയുള്ള ആഹാരത്തിൽ വെള്ളം ഒഴിച്ചതിനുള്ള ദേഷ്യമാ. സൂത്രന്റെ അമ്മാവനുള്ളതാ. രാത്രി ആഹാരം വെള്ളത്തിൽ കളഞ്ഞ ദേഷ്യത്തിന് കഴിക്കാനാ. സൂത്രന്റെ ആഹാരം അമ്മാവൻ രാത്രി വെള്ളത്തിലിട്ടു. ആ ദേഷ്യത്തിനുള്ള മരുന്നാ. സൂത്രന്റെ അമ്മാവനാണോ? അതെ, എന്താ? സൂത്രന്റെ ആഹാരം അമ്മാവൻ രാത്രി വെള്ളത്തിലിട്ടില്ലേ? അതിന് സൂത്രന് ശരിക്കും ദേഷ്യം വന്നു. അതിനുള്ള മരുന്നായത്. അമ്മാവൻ തന്നെ ഇതുകൊണ്ട് സൂത്രന് കൊടുത്തേക്ക്. ഇങ്ങുതാ, കൊടുത്തേക്കാം. എപ്പോഴാടാ ഞാൻ നിന്റെ ആഹാരം വെള്ളത്തിലിട്ട? പറയടാ. അതെപ്പോഴാ സൂത്ര? ചേട്ടന്മാരെ, ഒറ്റയ്ക്ക് നടക്കാൻ എനിക്ക് പേടിയാ. ഞാനും കൂടി നടക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല, നടന്നോ? ആവൂ, ഒറ്റയ്ക്ക് നടക്കേണ്ടല്ലോ. എന്റെ ഭാഗ്യം. ചേട്ടന്മാരുടെ ഭാഗ്യം. നിന്റെ ഭാഗ്യമെന്നല്ലേ തൊട്ടു മുമ്പ് പറഞ്ഞത്? ഞാൻ കൂടെ വരുന്നത് ചേട്ടന്മാരുടെയും ഭാഗ്യമാ. അതെന്താ ഇത്ര വലിയ ഭാഗ്യം? എനിക്ക് ഈ വഴിയുമായി നല്ല പരിചയമാ. പരിചയം എന്ന് വെച്ചാൽ വഴി നിന്റെ അയൽവക്കത്താണോ താമസം? ഈ വഴിയിലെ വളവും തിരിവും കയറ്റവും ഇറക്കവും കുന്നും കുഴിയും ഒക്കെ എനിക്ക് കാണാപ്പാടാ. പാടമല്ലടോ, പാടം. ഈ വഴി അത്ര ശരിയല്ല ചേട്ടന്മാരെ, ശരിയല്ല. എന്ന് വെച്ചാൽ ഒരു ഭയങ്കരൻ ഈ വഴിയിൽ പതുങ്ങിയിരിപ്പുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇതിലെ നേരെ പോയാൽ അപകടമാ. അതുകൊണ്ട് ഇതിലെ വളഞ്ഞു പോകാം. അല്ല, ഈ പറഞ്ഞ ഭയങ്കരൻ പ്രശ്നക്കാരനാണോ? ആളെ കണ്ടാൽ ഓടിച്ചിട്ട് പിടിച്ചാ വെട്ടി വീഴുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. അയ്യോ, ഇപ്പൊ മനസ്സിലായോ ഞാൻ കൂടെ ഉള്ളതിന്റെ ഗുണം? കുറേശ്ശെ മനസ്സിലായി വരുന്നുണ്ട്. എന്താ? ആ ഭീകരൻ ഈ വഴി തിരിഞ്ഞ് നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. മണം കിട്ടി. ഓടിക്കോ. മുന്നറിയിപ്പ് തരാൻ ഞാൻ കൂടെ ഉണ്ടായ ചേട്ടന്മാരുടെ ഭാഗ്യം. ഹാവു, ഓടിത്തളർന്നേ. ഇനി ഓടാൻ വയ്യേ. അയ്യോ, ചതിച്ചോ. ആ ഭീകരൻ തൊട്ടു മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഓടിക്കോ. വിശന്നിരിക്കുന്നവനെ ഇങ്ങനെ ഓടിക്കരുത്. നില്ലടാ അവിടെ. പൂച്ചയെ പേടിച്ചാണോ നമ്മൾ ഇത്രയും ഓടിയത്?